ലയണൽ മെസ്സി ഇന്റർ മയാമിയിൽ എത്തിയിട്ട് ഇന്നേക്ക് 2 വർഷം തികയുന്നു. 2023 ജൂലൈ 22-നായിരുന്നു മെസ്സിയുടെ ഇന്റർ മയാമിക്ക് വേണ്ടിയുള്ള അരങ്ങേറ്റ മത്സരം. ലീഗ്സ് കപ്പിൽ മെക്സിക്കൻ ക്ലബ്ബ് ക്രൂസ് എസൂളിനെതിരെയായിരുന്നു മെസ്സി അരങ്ങേറിയത്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന അല്ലെങ്കിൽ ഓർത്തെടുക്കാൻ പറ്റുന്ന ഒരു മത്സരം. അവസാന നിമിഷം മെസ്സിയുടെ ഒരു ഫ്രീ കിക്ക് ഗോൾ സ്റ്റോപ്പേജ് ടൈമിൽ ഇന്റർ മയാമി 2-1 വിജയിക്കുന്നു. അതിനുശേഷം ഇന്റർ മയാമി നടത്തിയ ജൈത്രയാത്ര ലീഗ്സ് കപ്പ് സ്വന്തമാക്കുന്നു. മെസ്സിയുടെ ടോപ്പ് പെർഫോമൻസ് ഓരോ മത്സരങ്ങളിലും തോൽവിയിൽ നിന്ന് ടീമിനെ മെസ്സി കരകയറ്റി മുന്നോട്ട് കൊണ്ടുപോകുന്നു. മെസ്സിയുടെ ഫ്രീ കിക്ക് ഗോളുകൾ ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പം ഇന്റർ മയാമിയെ സംബന്ധിച്ച് വളരെ യങ് ആയിട്ടുള്ള, അധികം ലെഗസി ഒന്നും ഇല്ലാത്തൊരു ക്ലബിന്റെ ആദ്യത്തെ ട്രോഫി ആയിരുന്നു. അത് മെസ്സി വന്ന ആദ്യത്തെ ഉദ്യമത്തിൽ തന്നെ അവര് ഒരു ട്രോഫി നേടി എന്നുള്ളതായിരുന്നു. അതിനുശേഷം രണ്ടാമത്തെ സീസണിൽ MLS സപ്പോർട്ടേഴ്സ് ഷീൽഡ് സ്വന്തമാക്കി വീണ്ടും ചരിത്രം രചിച്ചു. അതും റെക്കോർഡ് പോയിന്റ് ഒക്കെ നേടിയാണ് ഈസ്റ്റേൺ കോൺഫറൻസിൽ ഇന്റർ മയാമി വിജയിച്ചത്. മെസ്സി ആണെങ്കിൽ ഏറ്റവും മികച്ച താരമായി കഴിഞ്ഞ സീസണിലെ MLS ഏറ്റവും മികച്ച താരമായി തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പൊ മെസ്സിയുടെ ആ ഒരു പെർഫോമൻസ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മെസ്സിയുടെ ആ ഒരു കൂടുമാറ്റം അത് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. എല്ലാവരും വിചാരിച്ചത് മെസ്സി ബാസയിലേക്ക് തിരികെ പോകുമെന്നായിരുന്നു. ആ രീതിയിലുള്ള ടോക്സും റൂമേഴ്സ് ഒക്കെ വളരെ സജീവമായിട്ട് നിൽക്കുമ്പോഴാണ് മെസ്സി MLS ഇന്റർ മയാമിക്ക് വേണ്ടി കളിക്കാൻ പോകുന്നു എന്നുള്ള വാർത്ത വന്നത്. എല്ലാവരും ഒന്ന് അത്ഭുതപ്പെട്ടു. കാരണം മെസ്സി 36-ാമത്തെ വയസ്സിൽ, അതും ലോകകപ്പൊക്കെ നേടി നിൽക്കുന്ന ആ ഒരു അവസ്ഥയിൽ MLS എന്തിനാണ് ചേക്കേറുന്നത്? മുമ്പ് പല താരങ്ങളും പല ഇതിഹാസങ്ങളും MLS പോയിട്ടുണ്ട്. പക്ഷെ അതൊരു റിട്ടയർമെന്റ് സ്റ്റൈൽ അല്ലെങ്കിൽ ഒരു സെമി റിട്ടയർമെന്റ് സ്റ്റൈൽ എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു. പക്ഷെ മെസ്സി അവിടെ പോയി ഇന്റർ മയാമിക്ക് വേണ്ടി ചത്ത് കളിക്കുന്ന അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ടീമിന്റെ നായകനാണ്. ഗോളടിപ്പിക്കണം, ഗോളടിക്കണം, എല്ലാവരെയും ഒരുമിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം, അവരുടെ പ്രകടനം ഉയർത്തണം. അപ്പൊ ശരിക്കും ഒരു മരിച്ചു കളിക്കുന്ന, ആസ്വദിച്ച് കളിക്കുന്ന ഒരു ലയണൽ മെസ്സിയാണ് കാണാൻ സാധിച്ചത്. ഏത് ലീഗിലാണോ കളിക്കുന്നത് ആ ലീഗിന്റെ ടോപ്പ് പെർഫോമൻസ് പുറത്തെടുക്കുക, അല്ലെങ്കിൽ ടോപ്പ് പെർഫോമർ ആയിട്ട് നിൽക്കുക എന്നുള്ളതാണ്. നിലവിൽ ഈ സീസണിൽ മെസ്സിയാണ് ഇപ്പൊ നിലവിൽ ടോപ്പ് സ്കോറർ. 18 ഗോളുകളും 7 അസിസ്റ്റുകളുമാണ് ഇന്റർ മയാമിക്ക് വേണ്ടി MLS ഈ സീസണിൽ മെസ്സിയുടെ സംഭാവന. ഇപ്പൊ അവസാനമായി കളിച്ച 8 മത്സരങ്ങളിൽ നിന്ന് 13 ഗോളുകൾ മെസ്സി നേടി. അതും 6 തവണ ഇരട്ട ഗോളുകൾ സ്വന്തമാക്കി. അപ്പൊ ശരിക്കും ടോപ്പ് പെർഫോമൻസിലൂടെ മുന്നോട്ട് പോവുകയാണ് ലയണൽ മെസ്സിയും ഇന്റർ മയാമിയും. ഇന്റർ മയാമി ഈ സീസണിന്റെ തുടക്കത്തിൽ ഒന്ന് സ്ട്രഗിൾ ചെയ്തു. പക്ഷെ ഇപ്പൊ വീണ്ടും സ്ഥിരതയോടെ കളിക്കാൻ തുടങ്ങി. ആ ഒരു മികച്ച പെർഫോമൻസ് ഇപ്പം ഇന്റർ മയാമിയുടെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. നിലവിൽ MLS ഈസ്റ്റേൺ കോൺഫറൻസിൽ 5-ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. പക്ഷെ 3 മത്സരങ്ങൾ കുറച്ച് മാത്രമേ ഇന്റർ മയാമി കളിച്ചിട്ടുള്ളൂ. നിലവിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന സിൻസിനാറ്റിയേക്കാൾ 7 പോയിന്റിന്റെ ഡിഫറൻസ് ഉണ്ട്. പക്ഷേ സിൻസിനാറ്റി 3 മത്സരങ്ങൾ കൂടുതൽ കളിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല ഇന്റർ മയാമിയെ സംബന്ധിച്ച് ഇനിയും 13 മത്സരങ്ങൾ ഈ സീസണിൽ അവശേഷിക്കുന്നുണ്ട്. അപ്പൊ മെസ്സിയുടെ ഒരു ടോപ്പ് പെർഫോമൻസും ഇന്റർ മയാമി താരങ്ങളുടെ ഒത്തിണക്കം ഒക്കെ തുടരുകയാണെങ്കിൽ ഇത്തവണയും സപ്പോർട്ടേഴ്സ് ഷീൽഡ് അച്ചീവ് ചെയ്യാൻ സാധിക്കാതെയില്ല, അല്ലെങ്കിൽ അതിനുള്ള സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. പിന്നെ കഴിഞ്ഞ സീസണിൽ MLS കപ്പ് സ്വന്തമാക്കാൻ ഇന്റർ മയാമിക്ക് കഴിഞ്ഞിരുന്നില്ല. അപ്പൊ അത് ഇത്തവണ തിരിച്ചുപിടിക്കല്ല, അത് നേടാൻ സാധിക്കുമോ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതൊരു വലിയ ലക്ഷ്യം തന്നെയായിരിക്കും മെസ്സിയുടെ മുമ്പിൽ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിന്നെ പലപ്പോഴും ട്രോളുകളൊക്കെ വരും. അതായത് മെസ്സി MLS ഗോൾ അടിച്ചു കൂട്ടുന്നു, ആരുമില്ല, അല്ലെങ്കിൽ വേണ്ടത്ര രീതിയിൽ കോമ്പറ്റീറ്റീവ്നെസ് ഇല്ല എന്നൊക്കെ പറയെങ്കിൽ പോലും നമ്മൾ ആലോചിക്കേണ്ടത് 38-ാമത്തെ വയസ്സിലാണ് മെസ്സി കളിക്കുന്നത്. മെസ്സിക്ക് വേണമെങ്കിൽ ഇത്രയും ആവേശത്തോടെ ഇത്രയും എഫേർട്ടൊക്കെ എടുത്ത് 90 മിനിറ്റ് ഒന്നും കളിക്കേണ്ട ഒരു സാഹചര്യമൊന്നും ഇല്ല MLS. കാരണം ഇന്റർ മയാമിയെ സംബന്ധിച്ച് മെസ്സിയുടെ സാന്നിധ്യം മാത്രം മതി. അതുവഴി ഉണ്ടായ ഡീലുകളും ബിസിനസ് പ്രോസ്പെക്ട്സും ഒക്കെ നമുക്കറിയാം. അതുമാത്രമല്ല പോപ്പുലാരിറ്റി എല്ലാം നമുക്കറിയുന്ന കാര്യമാണ്. പക്ഷെ എന്നിട്ടും മെസ്സി ഏറ്റവും മികച്ച രീതിയിൽ കളിക്കാനാണ് ശ്രമിക്കുന്നത്. ഏറ്റവും ടോപ്പ് പെർഫോമൻസ് ഇന്റർ മയാമിക്ക് വേണ്ടി അദ്ദേഹം പുറത്തെടുക്കുന്നു, ടീമിനെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ മൈതാനത്ത് ഇറങ്ങുമ്പോൾ മെസ്സി ലീഗ് ഏതാണെന്നൊന്നും നോക്കുന്നില്ല. എന്താണോ തന്നെ കൊണ്ട് കഴിയുക മാക്സിമം എഫേർട്ട് എടുക്കുക. കൂടെ കളിക്കുന്ന പ്ലേയേഴ്സിന്റെ ഒക്കെ നിലവാരം നമുക്കറിയാം. ഇപ്പൊ ജോർഡി ആൽബ, സെർജിയോ ബുസ്കറ്റ്സ് എന്നീ ഇതിഹാസങ്ങൾ, പിന്നെ ലൂയിസ് സുവാരസ്, ഇവരെ മാറ്റി നിർത്തുകയാണെങ്കിൽ ഒരു ആവറേജ് ആയുള്ള സ്ക്വാഡാണ് ഇന്റർ മയാമി. പക്ഷെ ആ ഒരു ആവറേജ് സ്ക്വാഡിനെ വെച്ചുകൊണ്ട് ഇത്രയും നേട്ടങ്ങൾ 2 വർഷത്തിനിടെ മെസ്സിക്ക് ഇന്റർ മയാമിക്ക് നേടാൻ സാധിച്ചു എന്നുള്ളതാണ്. കോൺകക്കാഫ് ചാമ്പ്യൻസ് കപ്പിൽ കളിച്ചു ഇന്റർ മയാമി. അതുകൂടാതെ ക്ലബ്ബ് വേൾഡ് കപ്പിന് യോഗ്യത നേടി പ്രീ ക്വാർട്ടർ വരെ എത്തി. ആദ്യ റൗണ്ടിൽ തോറ്റു പുറത്താകുമെന്ന് പ്രതീക്ഷിച്ചതിൽ നിന്ന് ഒരു മുന്നേറ്റം ഉണ്ടാക്കി പ്രീ ക്വാർട്ടർ വരെ എത്താൻ ഇന്റർ മയാമിക്ക് സാധിച്ചു. അപ്പൊ മെസ്സിയുടെ ഒരു ക്യാപ്റ്റൻസി, മെസ്സിയുടെ ആ ഒരു അനുഭവ പരിചയം, ഇത് ഇന്റർ മയാമിക്ക് വലിയ ഒരു സാധ്യത തുറന്നു കൊടുത്തു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അപ്പൊ മെസ്സി ഇനി ഇന്റർ മയാമിൽ തുടരുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം. ഇടയ്ക്ക് ഒരു 2-3 ആഴ്ച മുമ്പൊക്കെ റൂമറുകൾ ഉണ്ടായിരുന്നു മെസ്സി സൗദി ലീഗിലേക്ക് പോകാൻ സാധ്യതയുണ്ട്, മെസ്സിയുടെ അച്ഛൻ അൽ അഹ്ലിയുമായിട്ട് ചർച്ചകൾ നടത്തുന്നു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതേസമയം തന്നെ ഇന്റർ മയാമിയിൽ മെസ്സി തുടരാൻ
വേണ്ടി മാക്സിമം എഫേർട്ട് ഡേവിഡ് ബെക്കാമിന്റെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടാകുന്നു എന്നുള്ള റിപ്പോർട്ടുകളും വന്നിരുന്നു. അപ്പോൾ നിലവിൽ റോഡ്രിഗോ ഡി പോളിനെ ഇന്റർ മയാമി സൈൻ ചെയ്യാൻ പോവുകയാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മെസ്സി മിക്കവാറും ഇന്റർ മയാമിൽ തന്നെ തുടരാനുള്ള സാധ്യതയാണ്. ഒരു സീസൺ എങ്കിലും അദ്ദേഹം വീണ്ടും തുടരാൻ, അതായത് അടുത്ത ലോകകപ്പിൽ അദ്ദേഹം കളിക്കാൻ അർജന്റീനയ്ക്ക് വേണ്ടി വരുമ്പോൾ, അല്ലെങ്കിൽ ലോകകപ്പ് നിലനിർത്തുക എന്നുള്ള ലക്ഷ്യവുമായിട്ട് അർജന്റീനയ്ക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ ഇന്റർ മയാമിയിൽ നിന്നായിരിക്കും മെസ്സി വരിക എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇന്റർ മയാമി ഇനിയും മികച്ച താരങ്ങളെയൊക്കെ സൈൻ ചെയ്ത് ടീമിനെ ഒന്നും കൂടെ സ്ട്രെങ്തൻ ചെയ്യാനുള്ള ശ്രമത്തിലാണെന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. അപ്പൊ മെസ്സിയെ സംബന്ധിച്ച് ഏത് ലീഗിലാണോ കളിക്കുന്നത് ആ ലീഗിൽ ടോപ്പ് പെർഫോമൻസ് പുറത്തെടുക്കുക എന്നുള്ളതാണ്. അപ്പം ഇന്റർ മയാമിക്ക് വേണ്ടി മെസ്സി ആസ്വദിച്ച് കളിക്കുന്നു. വീണ്ടും അദ്ദേഹം ആ ഒരു പഴയ ആ ഒരു ആസ്വാദന ലെവലിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. തുടർച്ചയായിട്ട് ഗോളുകൾ നേടുന്നു, ടീം വിജയിക്കുന്നു. അപ്പം മെസ്സിയെ സംബന്ധിച്ച് അദ്ദേഹം സാറ്റിസ്ഫൈഡ് ആയിരിക്കും. പിന്നെ മെസ്സി നമുക്കറിയാം എല്ലാം നേടിയ ഒരു പ്ലെയറാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് ഇനിയൊന്നും പ്രൂവ് ചെയ്യാനില്ല. അടുത്ത ലോകകപ്പ് കൂടി കളിച്ച് വിടവാങ്ങുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമായിരിക്കും ഫുട്ബോൾ ഇതിഹാസത്തിന് മുമ്പിലുള്ളത്. അപ്പൊ അതുകൊണ്ട് നിലവിലെ സാഹചര്യത്തിൽ ഇന്റർ മയാമിൽ തന്നെ മെസ്സി തുടരുന്നതായിരിക്കും ഉചിതം എന്നുള്ള ഒരു വിലയിരുത്തൽ പൊതുവേ ഉണ്ട്. പ്രത്യേകിച്ച് അമേരിക്കയിലാണ് അടുത്ത ലോകകപ്പ് നടക്കുന്നത്. അപ്പം മെസ്സിക്ക് അതൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇന്റർ മയാമിക്ക് വേണ്ടിയുള്ള മെസ്സിയുടെ കഴിഞ്ഞ 2 വർഷങ്ങൾ എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു ആ ഒരു 2 വർഷ കാലയളവിനെ? മെസ്സി ഇനിയും ഇന്റർ മയാമിൽ തന്നെ തുടർന്ന് അടുത്ത ലോകകപ്പിന് എത്തണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തണേ.